ഇസ്ലാമിക ഭീകര ശക്തികളുടെ വിളനിലമായി, അവരുടെ പർദീസയായി ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തെ മാറ്റിയെടുത്തു. അതാണ് മാറാട് കലാപം ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. 2010 എത്തുമ്പോൾ ജോസഫ് മാഷിന്റെ കൈവെട്ടുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ വിവാദവുമായി ബന്ധപ്പെട്ട ഒരു അധ്യാപകന്റെ കൈവെട്ടിക്കളയുന്നു. അത് കഴിഞ്ഞ് 2014 ശേഷം ഇങ്ങോട്ട് എന്ത് സംഭവിച്ചു? ഇത്തരം ടെസ്റ്റ് ഡോസുകൾ നടത്തി വിജയിച്ച ഇസ്ലാമിക ശക്തികൾ ISIS പോലെയുള്ള സംഘടനാ സംവിധാനത്തിന് ഇവിടെ വേരുകൾ ഉണ്ടാക്കാനുള്ള അവസരം കൊടുത്തു. അതോടെ IS റിക്രൂട്ട്മെന്റ് നമ്മുടെ നാട്ടിൽ നിന്നും നിസ്സാരമായി നടക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, തുടർച്ചയായ വർഗീയ സംഘർഷങ്ങൾ കേരളത്തിലുണ്ടായി, ടെസ്റ്റ് ഡോസുകൾ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ നടന്നു. അപ്പോഴെല്ലാം ഇവിടെ സാംസ്കാരിക നായകർ മൗനത്തിലായിരുന്നു. ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതിനെയൊക്കെ ബോധപൂർവം കണ്ടില്ല എന്ന് നടിച്ചപ്പോൾ ഇസ്ലാമിക ഭീകര ശക്തികളുടെ വിളനിലമായി, അവരുടെ പർദീസയായി ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തെ മാറ്റിയെടുത്തു. അതാണ് മാറാട് കലാപം ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ ആദ്യം അവർ നടത്തിയതാണ്. അത് വിജയിച്ചതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിന്റെയും ISIS-ന്റെയും ഒക്കെ വേരുകൾ കേരളത്തിൽ ഇന്നും അതിശക്തമായി വളർന്നു നിൽക്കുന്നത്.